startup, let's say startup. What is startup? എന്താണ് ഒരു സ്റ്റാർട്ടപ്പും ഒരു നോർമൽ SME അല്ലെങ്കിൽ MSMEയുമായിട്ടുള്ള വ്യത്യാസം? ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും മിസ്ഗൈഡ് ചെയ്തിട്ടുള്ള ഏരിയയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെൻഷൻ ഉള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. പക്ഷെ എങ്കിലും അതില്ലെങ്കിൽ കൂടി ഒരു പ്രോബ്ലം സൊല്യൂഷൻ മോഡലുള്ള ബിസിനസ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. അൾട്ടിമേറ്റ്ലി അത് ടെക്നോളജി ഡ്രിവൺ ആയിരിക്കണം, അല്ലെങ്കിൽ സ്കെയിലബിൾ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് അടുത്തുള്ള ഷോപ്പ് നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ഊബർ എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്കെയിൽ ചെയ്യാനും പല ആൾക്കാർക്ക് മാർക്കറ്റ് കിട്ടാനും ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. പല കൺട്രീസിലും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് ശരിക്കും എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിലേക്ക് നമുക്ക് പറ്റുന്നത്. ഈവൻ നോർമൽ MSME ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാം, ടെക്നോളജിയുടെ പോസിബിലിറ്റീസ് കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നോവേഷൻസോ ഇൻവെൻഷൻസോ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഒരു ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പും MSME. അപ്പൊ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാള് പൊതുവെ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, എസ്പെഷ്യലി ഈ ബിടെക് എല്ലാം കഴിഞ്ഞ കുട്ടികൾ എന്തെങ്കിലും ചെയ്യും. ചിലപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഏജൻസി സർവീസ് മോഡൽ ബിസിനസ് ആയിരിക്കും, പക്ഷെ അവർ പറയുന്നത് ഐ ഹാവ് എ സ്റ്റാർട്ടപ്പ്. അവര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കും. എന്നിട്ട് അപ്പൊ അതൊരു ശരിയായ പ്രവണതയാണോ? അത് പുതുതായി തുടങ്ങുന്ന എല്ലാ സ്റ്റാർട്ടപ്പ് അല്ലാതാണ് എന്റെ ഒരു അഭിപ്രായം. സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ LLPയോ പാർട്ണർഷിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിൻ ചെയ്യാം. സ്റ്റാർട്ടപ്പിന്റെ ബെനിഫിറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടാക്സ് ബെനിഫിറ്റ് ആയിട്ടും ഫണ്ടിങ് ആയിട്ടും ഗ്രാൻസ് ആയിട്ടും മുമ്പോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വേണം. ആ സ്റ്റാർട്ടപ്പ് ഐഡിയക്ക് ഒരു മാർക്കറ്റ് ഫിറ്റ് വേണം, സ്കെയിലബിലിറ്റി വേണം, ഒരു സ്റ്റാർട്ടപ്പ് സ്ട്രക്ചർ വേണം. ഇതിന് മാത്രമേ ശരിക്കുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ടെക്നിക്കലി സ്പീക്കിംഗ് സ്റ്റാർട്ടപ്പ് അല്ല, അത് സ്കെയിലബിൾ ആണ്, അതിലൊരു ടെക് ഡ്രിവൺ ആണ്, പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ആയിട്ട് പറ്റുള്ളൂ. ഒരു സ്റ്റഡി അബ്രോഡ് ബിസിനസ് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇരിക്കുക, അതിലൊരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടോ മാർക്കറ്റ് പ്ലേസ് ആയിട്ടോ മറ്റുള്ള വെൻഡേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണ്. ഇല്ലെങ്കിൽ സാധാരണ ഒരു SME അല്ലെങ്കിൽ MSME തന്നെയാണ് ആ ഒരു ബിസിനസ്. അപ്പൊ ബേസിക്കലി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരു കമ്പനിയെ സ്റ്റാർട്ടപ്പ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു, അത്രേ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ഐഡിയ വാലിഡേഷൻ മുതൽ എന്ന് പറയുമ്പോൾ ഈ ഐഡിയ വാലിഡേഷൻ അതെങ്ങനെയാണ് ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്ന ആസ് എ സ്റ്റാർട്ടപ്പ്? അത് പൊതുവെ നമ്മൾക്കൊരു അസംപ്ഷൻ ഉണ്ടായിരിക്കും ഒരു ഫൗണ്ടർക്ക്, അതല്ലാതെ ഇപ്പൊ അവർക്കൊരു വാലിഡേഷൻ കിട്ടണമെങ്കിൽ അത് എന്ത് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഈ വാലിഡേറ്റ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുക, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, സ്റ്റാർട്ടപ്പിൽ ബാക്കിയുള്ള ബിസിനസിനേക്കാൾ ഉപരിയായിട്ട് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് ഉണ്ടായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ടാസ്ക്, MVP എന്ന് പറയുന്നത്. അപ്പൊ MVP ഉണ്ടാക്കാനും നമുക്ക് കോസ്റ്റ് വരും. അപ്പൊ എപ്പോഴും നമ്മൾ ബീറ്റ വേർഷൻ അല്ലെങ്കിൽ സ്മോൾ വേർഷൻ ആണ് ക്രിയേറ്റ് ചെയ്തില്ല, ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക. അതിൽ നമ്മൾ എല്ലാ ബിസിനസ്സിനുള്ള പോലത്തെ ഒരു ഫീസിബിലിറ്റി, ഇവിടെ എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ ഒരു ടാസ്ക് ആദ്യം പോയി എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം വേണ്ടത് നമ്മുടെ ഐഡിയ ഏത് മാർക്കറ്റിൽ ഫിറ്റ് ആവും, ഏത് കസ്റ്റമറിനെ ഞാൻ പ്ലേസ് ചെയ്യും, എത്ര പ്രൈസിന് ഞാൻ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക. അതിന്റെ ഫൈനാൻഷ്യൽ വയബിലിറ്റി, ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ആയിട്ടുള്ള ഫീസിബിലിറ്റി, ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ കറക്ഷന് ശേഷമാണ് നമ്മളൊരു പ്രൈമറി പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷം അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. എക്സ്പേർട്ട് ഗൈഡൻസ് വേണമെങ്കിൽ ചെയ്യാം, ഈ സെഗ്മെന്റിലുള്ള നമ്മുടെ മെന്റേഴ്സ് ആയിട്ടും കണക്ട്സ് ആയിട്ടും നമുക്ക് ചെയ്യാം. ഒരുപാട് ഓൺലൈൻ സെർവേഴ്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകാർ ചെയ്യുന്നത് നമ്മുടെ MBA അല്ലെങ്കിൽ BBA ചെയ്ത സ്റ്റുഡൻസിന് എടുത്ത് സർവേസ് ആണ് ചെയ്യാറ്. കാരണം ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ വെക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വരും. അപ്പൊ ഈ ഒരു പ്രൈമറി ഗൂഗിൾ ഫോം തന്നെ മതി നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് മനസ്സിലാക്കാൻ. അതിന്റെ കറക്ഷൻസ് നമ്മളെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. പല ഫൗണ്ടേഴ്സും തിരുത്താൻ തയ്യാറാവാറില്ല. നമ്മൾ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല, എങ്ങനെ മനോഹരമായിട്ട് വിൽക്കാം, എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, എങ്ങനെ പ്രൈസ് അല്ലെങ്കിൽ ആ പൈസ നമ്മളിലേക്ക് എത്തിക്കാം, ഇവിടെയാണ് ഒരു ഫസ്റ്റ് ഐഡിയ വേണ്ടത്. ഇതിൽ നമ്മൾ കുറച്ചും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ആദ്യം കമ്പനിക്ക് ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് വേണം. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ഫീസിബിൾ ആണ് എന്ന് മിനിമം നമുക്കൊരു വയബിലിറ്റി വന്നാൽ നമുക്ക് ബിസിനസ് പ്ലാനിലേക്ക് വരാം. എനിക്ക് അതിന് മുന്നേ തോന്നുന്നു എനിക്ക് നമുക്ക് ഓരോ സ്റ്റെപ്പും ഒന്ന് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, സ്റ്റാർട്ടപ്പിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ഒരു കമ്പനിയാണ് സ്റ്റാർട്ടപ്പ്.